അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വ്യത്യസ്തവും ശക്തവുമായ ഒരു ഉത്സവത്തിനെ കുറിച്ചാണ്. എവിടെയല്ല, കൊടുങ്ങല്ലൂർ ഭരണിയാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ഭരണിക്കാവിലാണ് കേട്ടോ. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിലും ഭക്തിപരമായ ആചാരങ്ങളിലും വളരെ പ്രത്യേക സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ കൊടുങ്ങല്ലൂർ ഭരണി. അപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണി ശരിക്കും എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രത്യേകതയുള്ളത്, ആരൊക്കെയാണ് ഇവിടെ എത്തുന്നത്, ഇതിൻ്റെ പിന്നാലെ വിശ്വാസങ്ങളൊക്കെ എന്താണ്, ആചാരങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലുള്ള ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന അതിപ്രശസ്തമായ ഒരു ഉത്സവമാണ്. ഇവിടുത്തെ ദേവിയെ പൊതുവെ കൊടുങ്ങല്ലൂർ അമ്മ, ശ്രീ കുരുംബ ഭഗവതി അല്ലെങ്കിൽ ഭദ്രകാളിയുടെ ഉഗ്രരൂപം എന്നിങ്ങനെ ഭക്തർ ആരാധിക്കുന്നു. ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ കേരളത്തിലെ മറ്റു പല ക്ഷേത്രോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആചാര സ്വഭാവം കൊടുങ്ങല്ലൂർ ഭരണിക്കുള്ളത്. അപ്പോൾ ഭരണിയുടെ ഒരു ഐതിഹ്യം എന്താണെന്ന് നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറയാം. അപ്പോൾ ഐതിഹ്യം പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ദാരികവധാണ് കേട്ടോ. ജനവിശ്വാസപ്രകാരം ഭദ്രകാളി ദാരികൻ എന്ന അസുരനെ സംഹരിച്ചതിന് ശേഷം രൗദ്രഭാവത്തിൽ ഇവിടെ വസിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ രൗദ്രഭാവമുള്ള അമ്മേനെ പ്രസാദിപ്പിക്കാനും ആ ദേവിയുടെ കോപം നിയന്ത്രിക്കാനുമായിട്ട് ഭൂതഗണങ്ങൾ ചുറ്റും നിന്ന് ഇതേപോലെ പാട്ട് പാടുകയും ദേവിയുടെ കോപം ശമിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഭരണിയെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ആചാരങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ടുള്ളത് കാവുതീണ്ടലാണ്. കൊടുങ്ങല്ലൂർ ഭരണിയോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു പ്രധാന ആചാരമാണ് കാവുതീണ്ടൽ. ഈ ചടങ്ങിൽ വെളിച്ചപ്പാടുകളും ഭക്തരും വലിയ ആവശ്യത്തോടെ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെറും ചടങ്ങല്ല, അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു നിമിഷമായി പല ഭക്തർ ഇതിനെ കാണുന്നുണ്ട്. പിന്നെയുള്ളത് ഭരണിപ്പാട്ടാണ്. കൊടുങ്ങല്ലൂർ ഭരണിയെക്കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാനാത്ത ഒരു കാര്യമാണ് ഭരണിപ്പാട്ട്. അത് സാധാരണ ഭക്തിഗാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിനുള്ള ഭാഷയും ശൈലിയും അവതരണവും എല്ലാം പഴമയും നാടൻ ശക്തിയും ഒക്കെ ഉള്ളതാണ് കേട്ടോ. പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് ഇത് അതിശയകരമായിരിക്കാം, പക്ഷേ ഭക്തരുടെ വിശ്വാസത്തിൽ ഇത് അമ്മയ്ക്കുള്ളൊരു പ്രത്യേക സമർപ്പണമാണ്. നേർച്ചകളും കാണിക്കയും ഈ സമയത്ത് അനേകം ഭക്തർ കൊണ്ട് എത്തും കേട്ടോ. ചിലർ കുടുംബസമേതം വരും, ചിലർ വർഷങ്ങളായി ചെയ്തു വരുന്ന നേർച്ച നിറവേറ്റാനായിട്ടാണ് വരുന്നത്. ചിലർ അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം നടന്നു എന്ന നന്ദിയോടെ കാണിക്ക സമർപ്പിക്കാനുമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം ചേർന്നാണ് കൊടുങ്ങല്ലൂർ ഭരണിയുടെ വിശ്വാസങ്ങൾ. പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് വടക്കേ നടയിൽ പ്രധാന ദീപസ്തംഭം ഉണ്ട്, വലുത്. അപ്പോൾ അവിടെ വൃത്താകൃതിയുള്ളൊരു കോഴിക്കൊല്ലുണ്ട്. അത് മൂടി അതിന് മുകളിൽ ചെമ്പട്ട് വിരിച്ച് കോഴികളെ സമർപ്പിക്കും. അപ്പോൾ കാളിയും ദാരികനായി അംഗം തുടങ്ങിയെന്ന ഐതിഹ്യത്തിലാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ്. ആദ്യമെല്ലാം ശരിക്കും കോഴിയെ അതിൻ്റെ മുകളിലിട്ട് ബലി കൊടുക്കാറുണ്ട്. പക്ഷെ പിന്നീട് അത് ഒരു പ്രതീകമായിട്ട് മാത്രം, അതായത് രക്തത്തിന് പകരം ചെമ്പട്ടും കോഴിയെ വെച്ച് അങ്ങനെ ഒരു പ്രതീകം എന്നുള്ള രീതിയിലാണ് കേട്ടോ. നൂറുകണക്കിന് ഭക്തരായിരിക്കും ഇനി കാവ് നിറയെ. അപ്പോൾ അവരെല്ലാം സാക്ഷികളാക്കിയിട്ടാണ് കാവൽ ഭഗവതി വീട്ടുകാരും വടക്കേ മലബാറിലെ തച്ചോളി വീട്ടുകാരും എല്ലാവരും ചടങ്ങ് നിർവഹിക്കുക. അപ്പോൾ കോഴിക്കല്ല് മൂടിയതോടെയാണ് ക്ഷേത്രത്തിൽ ഈ തടിച്ചുകൂടിയ ഭക്തജനം ശരണം വിളികളോടെ ദേവീസ്തുതികൾ ആലപിക്കും. പിന്നീട് ക്ഷേത്രത്തിൻ്റെ 4 നടകളിലും ഓരോ ക്ഷേത്രാങ്കണങ്ങളിലും നടപ്പന്തലുകളിലും വേനാടൻ കൊടിക്കൂറുകളെല്ലാം ഉയർത്തും. അപ്പോൾ ഇനി കൊടുങ്ങല്ലൂർ ഭരണിക്ക് ആരൊക്കെയാണ് ആളുകൾ എത്തുക, എവിടെ നിന്നൊക്കെയാണ് എത്തുക എന്നറിയണ്ടേ. അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ എത്താറുണ്ട് കേട്ടോ. സാധാരണ ഭക്തർ, കുടുംബങ്ങൾ, ദേശം തോറുമുള്ള സംഘങ്ങൾ, വെളിച്ചപ്പാടുകൾ, നേർച്ചക്കാരുകൾ, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഇവിടെ എത്തും. ഇക്കൊല്ലം, അതായത് 2026 കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവം മീനമാസത്തിലെ ഭരണി നാളായ മാർച്ച് 22-നാണ് ആഘോഷിക്കുന്നത്. പ്രധാനമായ കാവുതീണ്ടൽ മാർച്ച് 21-നും രേവതി വിളക്ക് മാർച്ച് 20-നാണ് നടക്കുക. അപ്പോൾ കോഴിക്കല്ല് മൂടൽ, ഭരണിപ്പാട്ട്, കോമരങ്ങളുടെ തുള്ളൽ എന്നിവയാണ്
അപ്പോൾ അതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇന്ന് മാർച്ച് 21 ആഘോഷങ്ങളാണ്. നാളെ ആയിരിക്കും കാവ് തീണ്ടൽ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് കഴിയാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത്തരം വീഡിയോകൾക്കായിട്ട് വീണ്ടും നമുക്ക് കാണാം കേട്ടോ. നന്ദി.